മഴമുകിൽ അവസാന ഭാഗം. രചന മീനു ദേവൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. എന്ത് തോന്നുന്നു? മനുവിനോടാണ് ചോദ്യം. കേരളത്തിൽ വീണ്ടും പ്രളയം വന്ന പോലെ തോന്നുന്നു. വെള്ളത്തിലൊഴുകി നടക്കുന്ന തക്കാളി ഉരുളക്കിഴങ്ങും. ആഹാ അന്തസ്! ഇതാണോ ഞാൻ സ്വപ്നം കണ്ട കിനാശ്ശേരി? വണ്ടർഫുൾ! എന്റെ ജീവിതം നായ നക്കിയാളിയാ. മനു ദയനീയമായി എല്ലാവരെയും നോക്കി. എല്ലാ മുഖങ്ങളിലും സഹതാപം മാത്രം. എല്ലാവരും എഴുന്നേറ്റു, നമുക്ക് പുറത്തുപോയി കഴിക്കാം. ഇതൊരു നടക്ക് പോവില്ല. അത് പറഞ്ഞ് ഋഷി എഴുന്നേറ്റത് എല്ലാവരും കൂടെ എഴുന്നേറ്റു. മനു ഏട്ടൻ പോവരുത്. എഴുന്നേക്കാൻ പോയ മനുവിനെ അവിടെ തന്നെ പിടിച്ചിരുത്തി ദിയ അത് മൊത്തം കഴിപ്പിക്കുന്നുണ്ട്. ബാക്കി എല്ലാവരും റിസ്ക് എടുക്കാൻ വയ്യാതെ പുറത്തുപോയി കഴിച്ച്. ഋഷി മനുവിനെ നോക്കുമ്പോൾ നിസ്സായതയോടെ അവരെല്ലാം നോക്കിയിരിക്കുന്നുണ്ട്. ആരും മൈൻഡാക്കിയില്ല ആ പാവത്തിനെ. അവിടെ കുരുതി കൊടുത്തു. അവരെല്ലാം കൂടെ പുറത്തേക്ക് പോയി. അവർ തിരിച്ചു വരുമ്പോൾ മനു സോഫയിൽ ചക്ക വിട്ടിട്ട പോലെ കിടക്കുന്നുണ്ട്. എന്താടാ, എന്തുപറ്റി? ഋഷി അവരുടെ അടുത്തേക്ക് ചെന്നു. ഒന്നും പറയണ്ട അളിയ, ലെവലില് നിന്റെ പെങ്ങള മറുത ഉണ്ടാക്കിയത് മൊത്തം ഞാൻ കഴിച്ചടിയാ. ഈ പണ്ടകടാഹം വരെ കത്തുക. ഓ, നിനക്ക് ഇത് തന്നെ വേണടാ പട്ടി. വലിയ ഡയലോഗ് അടിച്ചല്ലേ, അനുഭവിക്ക്. അപ്പോഴേക്കും തീ അങ്ങോട്ടേക്ക് വന്നു. മനുവേട്ടാ, ഇതാ ചൂടുള്ള വെജിറ്റബിൾ സൂപ്പാ, വയറുവേദനക്ക് ബെസ്റ്റാ. അവൾ സൂപ്പിന്റെ പാത്രം അവന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. നിനക്ക് ഇനിയും മതിയായില്ല അല്ലേടി? വിളിച്ചുകൊണ്ട് പോടാ ഈ സാധനത്തിനെ. അമ്മേന്റെ വയറ്. ഒന്നും മനസ്സിലാവാൻ നിൽക്കുന്ന തീയും കൊണ്ട് തനുവും മുത്തി അകത്തേക്കും ബാക്കിയുള്ളവർ മനുവിന് ചുറ്റും നിരന്ന്. വൈകുന്നേരം ആയപ്പോൾ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യാണ് തനു. അവളുടെ പിന്നിലൂടെ വന്ന് ചേർത്ത് പിടിച്ച് തോളിൽ തലമുട്ടിച്ച് നിന്നു ഋഷി. ഋഷിയേട്ടാ, ഋഷിയേട്ടാ, എന്താടി കൊഞ്ച കാര്യം പറ. ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ, പോണോ അങ്ങോട്ട്? അവളുടെ പേടി കളഞ്ഞ സ്വരം കേട്ടതും അവനവൾ തിരിച്ച് അഭിമുഖമായി നിർത്തി നെഞ്ചോട് ചേർത്ത് പിടിച്ച്. നമ്മൾ ആരുടെയും ഒന്നും പിടിച്ചു പറിക്കാനല്ല തന്നൂട്ടി പോകുന്നത്. നമുക്ക് അവകാശപ്പെട്ടതാ എനിക്കും നിനക്കൊക്കെ. അത് നമ്മുടെ കൈവശം തന്നെ വേണം. ഇത്രനാളും അനുഭവിച്ചില്ലേ അയാൾ, ഇനി വേണ്ട. അവന്റെ വാക്കുകളെ ദൃഢനിശ്ചയം മനസ്സിലായതും അവൾ വേറൊന്നും പിന്നെ പറഞ്ഞില്ല. വിഷമായോ? അവനവളുടെ മുഖം കൈക്കുമ്പിളെടുത്ത് നിറമിഴികളിൽ ചുണ്ടമർത്തിക്കൊണ്ട് ചോദിച്ചു. ഈ സ്വത്തുക്കൾ കാരണം എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയും നഷ്ടമായത്. ഇനി ഋഷിയേട്ടന് കൂടി വല്ലതും സംഭവിച്ചാൽ ഞാൻ പിന്നെ... അവൾ പറഞ്ഞു മുഴുവിക്കുന്നതിന് മുന്നേ അവൻ്റെ വിരലുകൾ അവിടെ ചുണ്ടിൽ അമർന്നിരുന്നു. അങ്ങനെയൊന്നും ആലോചിക്കേ വേണ്ട, നിനക്ക് ഞാനുണ്ട്, ഒന്നും സംഭവിക്കില്ല. ഈ നെഞ്ചിരിപ്പ് നിൽക്കുന്നവരെ ദാ ഇതുപോലെ ചേർത്ത് നിർത്തും. അവളെ തൻ്റെ കൈക്കുള്ളിൽ പൊതിഞ്ഞു പിടിച്ചുകൊണ്ടവൻ പറഞ്ഞെങ്കിലും അവളുടെ മനസ്സിൽ എന്തോ ഒരു ഭയം ഉറഞ്ഞുകൂടി. എന്തോ സംഭവിക്കാൻ പോകുന്ന പോലെ. എല്ലാവരും പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് മൽഹോത്ര ബംഗ്ലാവിലേക്ക് താമസം മാറ്റാൻ റെഡിയായിരിക്കുകയാണ്. പക്ഷെ എല്ലാ മുഖങ്ങളിലും ഭയം നിറഞ്ഞു നിന്നു. ഋഷിക്കൂട്ടാ, നമുക്കിത് വേണ്ടടാ, അവരെടുത്തോട്ടെ, എന്താന്ന് വെച്ചാ. നമുക്ക് തനിമോളില്ലേ, അതുപോലെടാ. മുത്തിയാണ്. മുത്തി പറഞ്ഞ ശരിയാ ഋഷിയേട്ടാ, നമുക്കൊന്നും വേണ്ട, നമ്മളിപ്പോ ഹാപ്പി അല്ലേ, അവരെന്തേലും ആയിക്കോട്ടെ. ആദ്യം മുത്തിയെ പിന്താങ്ങി. അങ്ങനെയല്ല ആദിക്കൂട്ടാ, അത് നമ്മുടെ അമ്മക്കും കൂടെ അവകാശപ്പെട്ടതാ. അങ്ങനെ ഒറ്റയ്ക്ക് വെച്ച് അനുഭവിക്കാൻ ഒരുത്തനും വിട്ടുകൊടുക്കില്ല ഈ ഋഷി. അവന്റെ കണ്ണുകൾ കുറുകുന്ന മുഷ്ടി ഉരുട്ടുന്നതും കണ്ടപ്പോൾ ഒരു വേള ആദിക്ക് പഴയ ഋഷിയെ ഓർമ്മ വന്നു. അവന്റെ കണ്ണുകളിലും ഭയം നിറഞ്ഞു. തനുവിന്റെ കൈകൾ അവന്റെ കൈകളിൽ അമർന്നു. അവൻ പഴയതുപോലെ ശാന്തമായി വരുന്ന ആദ്യ അത്ഭുതത്തോടെ നോക്കി നിന്നു. പിന്നെ എല്ലാവരും ശ്രീയുടെ വണ്ടിയിലും ടാക്സിയിലുമായി തനുവിന്റെ വീട്ടിലേക്ക് തിരിച്ചു. തനു കൂടെയുള്ളതുകൊണ്ട് സെക്യൂരിറ്റി അകത്തേക്ക് കയറ്റി വിട്ടു. ആഹാ, എല്ലാവരും ഉണ്ടല്ലോ. എന്താ, അച്ചി വീട് കാണാനിറങ്ങിയാണോ ഋഷഭ് മഹേന്ദ്രനും കൂട്ടരും? അവർ അകത്തേക്ക് കയറി ചെന്നു ചെറിയച്ഛൻ സ്വതവേയുള്ള പുച്ഛഭാഗത്തോടെ അവരെ സ്വാഗതം ചെയ്തു. അതെ, അച്ചി വീട്ടിൽ പട്ടി പറ്റി കിടക്കുന്നുണ്ടെന്നറിഞ്ഞ് അതിനെ തൂക്കി വെളിയിലെറിയാൻ വന്നാ. എന്തേ, കുഞ്ഞമ്മാവന് പിടിച്ചില്ലേ? ഋഷി അതേ നാളത്തിൽ തിരിച്ചടിച്ചു. ഡാ! അയാൾ ചീറിക്കൊണ്ട് അവന് നേരെ പാഞ്ഞെടുത്തു. അവന്റെ കോളിൽ തന്നെ കുത്തിപ്പിടിച്ചു. അമ്മാവൻ കൈയെടുക്ക്. അമ്മാവന് അച്ഛന്റെ സ്ഥാനം കൊടുക്കുന്നവരാ ഞങ്ങള്. വെറുതെ എന്നെ തന്തേ തള്ളി ആക്കരുത്, കേട്ടല്ലോ. അവനെ ആളുടെ കൈകൾ കോളിൽ നിന്ന് ശക്തിയിൽ കുടഞ്ഞെറിഞ്ഞു. നീ വന്ന് പറയുമ്പോ മാത്രം പോവാൻ വിഡ്യല്ലേ ഈ മാനവ് മഹേന്ദ്രൻ. ഇത്രയും നാളും വെച്ച് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. വിട്ടുതരില്ല ഒരാൾക്കും. അങ്ങനെ വിട്ടുകൊടുത്ത് ശീലമുള്ളവരല്ലേ ഈ മാനവ്. പിടിച്ചടക്കിയ ചരിത്രമേ ഉള്ളൂ. എപ്പോഴും പിടിച്ചടക്കുമ്പോൾ വല്ലപ്പോഴൊക്കെ വിട്ടെടുക്കാൻ നല്ലതാണമ്മാവാ, അതും തൻ്റേതല്ലാത്ത സാധനങ്ങൾ. അതും പറഞ്ഞ് ഋഷി ഒന്ന് പുഞ്ചിരിച്ചു. പിന്നെ ബാഗിൽ നിന്നൊരു മുദ്രപത്രം എടുത്ത് അയാൾക്ക് നേരെ പിടിച്ചു. അത് കണ്ടത് അയാളുടെ കണ്ണുകൾ അവിശ്വസനീയതയിൽ മിഴിഞ്ഞു. വിശ്വാസം വരാതെ അയാൾ വീണ്ടും വീണ്ടും അതിലേക്ക് മിഴിച്ചു നോക്കി. സ്വത്തുക്കളെല്ലാം തനുവിന്റെ പേരുള്ള ഒറിജിനൽ മുദ്രപത്രം. ഇതെങ്ങനെ നിന്റെ കയ്യില്?
അവരുടെ സ്വത്തിന്റെ ഒറിജിനൽ ആധാർ ഋഷിയുടെ കയ്യിൽ കണ്ട് അയാളുടെ കണ്ണിൽ ഭയം നിറഞ്ഞു. തന്നോടൊക്കെ എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. ഇതെങ്ങനെ ഇവന്റെ കയ്യിൽ? ആർക്കും ഒന്നും മനസ്സിലായില്ല. എങ്ങനെ പോയെന്നൊന്ന് ആലോചിച്ച് കുഞ്ഞമ്മ തലവൊക്കെയുണ്ട്. കണ്ണ് നിറച്ച് കണ്ടല്ലോ. സകല സ്വത്തിന്റെ ഏക അവകാശി തൻവി മൽഹോത്ര അല്ല, തൻവി ഋഷഭ് മഹേന്ദ്രൻ. അവൻ തനുവിനെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ ആത്മവിശ്വാസത്തോടെ ചുണ്ടിൽ വിരിഞ്ഞ വിജയശ്ശേരിയോടെ അയാളെ നോക്കി. മാനു മൽഹോത്ര പൂർണ്ണമായും തകർന്നിരിക്കുന്നു. താൻ ഇത്രനാൾ നിധി കാക്കുന്ന ഭൂതത്തിനെ പോലെ പൊതിഞ്ഞു പിടിച്ചെല്ലാം തന്റെ കയ്യിൽ നിന്നും വഴുതി പോകുന്ന അയാൾ അറിഞ്ഞു. കാൽച്ചോട്ടിൽ നിന്നും മണ്ണ് ഒലിച്ചിറങ്ങുന്ന പോലെ ചെന്നിയിൽ നിന്നും വിയർപ്പ് ചാലുകൾ ഒഴുകിയിറങ്ങുന്നു. അയാൾ പരവേശത്തോട് ഋഷിയെ നോക്കി. കൂട്ടത്തിലുള്ള ആരോ ഒറ്റിയതാണെന്ന് അയാൾക്ക് മനസ്സിലായി. അല്ലെങ്കിൽ തന്റെ വീട്ടിൽ ഭദ്രമായി സൂക്ഷിച്ചു വെച്ച ആധാരം ഇങ്ങനെ ഇവന്റെ കയ്യിലെത്തി? പക്ഷേ ശത്രുവാര്? മറിഞ്ഞിരും തന്നെ ആക്രമിക്കുന്ന ആരാണെന്ന് ആലോചിച്ചിട്ടൊരു എത്തുംപിടിയും കിട്ടിയില്ല. അയാൾ കോപം ജ്വലിക്കുന്ന കണ്ണുകളോട് അവനെയും അവൻ ചേർത്ത് പിടിച്ചിരിക്കുന്ന തനുവിനെയും അവന്റെ കയ്യിലെ മുദ്രപത്രത്തിലേക്ക് മാറി മാറി നോക്കി. അപ്പൊ എങ്ങനെയാ, സ്വയം ഇറങ്ങുന്നോ അതോ ഞങ്ങൾ പിടിച്ച് വെളിയിൽ തള്ളണം? രണ്ടായാലും ഞങ്ങൾ റെഡിയാണ് കേട്ടോ, ഋഷി അയാൾ നോക്കി പുച്ഛഭാവത്തിൽ പറഞ്ഞു. അങ്ങനെ ഒരു നരുന്തി ചെറുക്കന്റെ മുമ്പിൽ തോറ്റേരാൻ മാത്രം വിഡ്ഢിയല്ല മാനവ് മൽഹോത്ര. നിനക്കുള്ള ഞാൻ നേരത്തെ ഓങ്ങി വെച്ചതാ. ഇവിടെയെങ്കിലും ഞാനൊന്ന് വിജയിക്കട്ടെ. ദിസ് ഗെയിം ഈസ് ഓവർ നൗ. അത് പറയുന്ന ഞൊടിയുടെ പാൻസിന്റെ പോക്കറ്റിൽ നിന്ന് റിവോൾവർ എടുത്ത് ഋഷിക്ക് നേരെ പിടിച്ച് അതിന്റെ ട്രിഗറിൽ അമർത്തി. പെട്ടെന്ന് വെടിപൊട്ടി. ഒരലർച്ചയും പൊങ്ങി. മനോ! ഋഷിയുടെ അലർച്ച മൽഹോത്ര മാൻഷന്റെ 4 ചുമരുകൾക്കുള്ളിൽ മുഴങ്ങി. ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ തീരുന്ന മുമ്പിൽ അക്ഷമയോടെ കാത്തു നിൽക്കുകയാണ് എല്ലാവരും. ദിയ മുത്തിയുടെ മടിയിൽ തളർന്നു കിടക്കുന്നുണ്ട്. ഇടയ്ക്കിടെ ഏങ്ങലടികൾ കേൾക്കാം. ഋഷിയും ഒരു കോണിൽ തനുവിന്റെ തോളിൽ ചാരിയിരിക്കുന്നു. അവന്റെ ഹൃദയം പിടയുകയാണ്. തന്റെ പ്രാണനാണ് ഉള്ളിൽ, അതും തനിക്ക് വേണ്ടി. എന്തിനും ഏതിനും കൂടെ നിൽക്കുന്നവൻ, തനിക്ക് വേണ്ടി എന്തും ചെയ്യുന്നവൻ. തന്റെ മനസ്സൊന്ന് നൊന്താൽ അവനും വേദനിക്കും. കൂട്ടുകാരനായിട്ടല്ല, കൂടെപ്പിറപ്പായിട്ടേ കണ്ടിട്ടുള്ളൂ. അവനാണ് പ്രാണന് വേണ്ടി മല്ലിട്ടുള്ളിൽ. ഋഷിയുടെ മനസ്സിൽ മിന്നിത്തെളിഞ്ഞ മനുവുമായിട്ടുള്ള ഓർമ്മകൾ അവന്റെ ചെന്നിയിലൂടെ കണ്ണുനീരായി കവിളുകൾ നനച്ചു. ഡോക്ടർ ഡോറൊന്ന് പുറത്തേക്ക് വന്നു. എല്ലാവരും ആകാംക്ഷയോടുകൂടി നോക്കി. ഡോക്ടർ, മനു? ഋഷി പ്രതീക്ഷയോടുകൂടെ നോക്കി. ബുള്ളറ്റ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഡോണ്ട് വറി മാൻ, ഹി വിൽ ബി ഫൈൻ. അപ്പോഴാണ് എല്ലാവരുടെയും മൊത്തൊരു ആശ്വാസം വീണ്. ഇൻഫെക്ഷൻ പ്രോബ്ലംസ് ഉള്ളതിനാൽ പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അവനെ റൂമിലേക്ക് മാറ്റിയത്. റൂമിൽ വന്നതും മനു തനിക്ക് ചുറ്റും കൂടി ഇരിക്കുന്നവരെല്ലാം മാറി മാറി നോക്കി. കുറച്ചു ദിവസം കൊണ്ട് എല്ലാവരും ക്ഷീണിച്ചു പോയതുപോലെ ദിയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ച് അവൻ ഋഷിയുടെ നേരെ കൈകൾ നീട്ടി. ഋഷി ആ കൈകളിൽ മുറുക്കി പിടിച്ച് അതിലേക്ക് നെറ്റിമുട്ടിച്ച് നിന്നു. എന്തിനാ അങ്ങനെ ചെയ്ത്? അതുകൊണ്ടല്ലേ? ഋഷിയുടെ വാക്കുകൾ ഇടറിയിരുന്നു. നിനക്ക് വല്ലതും പറ്റിയ പിന്നെ ഞാനുണ്ടോടാ, അതിലും ഭേദം. മനു ബാക്കി പറയാനാവാ ഋഷിയുടെ കൈകളിൽ അമർത്തി പിടിച്ചു. മറ്റുള്ളവർ നോക്കിക്കാണുകയായിരുന്നു ആ സുഹൃത്തുക്കളുടെ സ്നേഹം. ഇത്രയും ആഴത്തിൽ സുഹൃത്തുക്കൾക്ക് സ്നേഹിക്കാൻ കഴിയുമോ? സ്വന്തം പ്രാണൻ കൊടുത്തും കഴിയുമെന്ന് അവർ തെളിയിച്ചിരിക്കുകയാണ്. അവരുടെ കണ്ണും മനസ്സും ഒരുപോലെ നിറഞ്ഞു. അയാൾ മാനു മൽഹോത്ര? മനു ഋഷി കേൾക്കാൻ പാതിൽ ചോദിച്ചു. തീർത്തിട്ടില്ല, ഇതേ ഹോസ്പിറ്റലുണ്ട്. ശ്വാസം മാത്രം ബാക്കി വെച്ചിട്ടുണ്ട്. ഇനി എഴുന്നേറ്റടക്കില്ല, പോരെ? മനുവിന്റെ ചുണ്ടുകളിൽ വിരിഞ്ഞ പുഞ്ചിരി പതിയെ ഋഷിയിലും തെളിഞ്ഞു കണ്ടു. അവന്റെ ഓർമ്മകൾ 2 ദിവസം മുമ്പുള്ള രാത്രിയിലേക്ക് പോയി. മനുവിനെ ഷൂട്ട് ചെയ്തതിനു ശേഷം ഒളിവിലായിരുന്നു അയാൾ. ശ്രീരാഗ് വഴിയാണ് അവരുടെ ഫാം ഹൗസിൽ ഒളിവിൽ കഴിയുന്നുണ്ടെന്ന് അറിഞ്ഞ രാത്രി തന്നെ ആരും അറിയാതെ പോയി കൊല്ലാകൊല ചെയ്തും ഒരു തരി ജീവൻ ബാക്കി വെച്ച് ഇനിയുള്ള കാലം നരകിച്ച് ജീവിക്കാൻ. എന്താണ്ടാ രണ്ടും കൂടി ഇരുന്ന് കുശുകുശിക്കുന്നേ? ഞങ്ങളും കൂടി ഒന്ന് അറിയട്ടെ. മുത്തി പതിയെ വന്ന് മനുവിന്റെ അരികിലായിരുന്നു. അങ്ങേർക്കൊന്നും ഉന്നം പഴിച്ചിരുന്നെങ്കിൽ തൊട്ടപ്പുറത്ത് മുത്തിക്കുന്ന ഇറക്കി വീണനെന്ന് പറയായിരുന്നു. പിന്നെ കറക്കിടകം വരെ കാക്കണ്ടല്ലോ, കേണലെങ്കിലും രക്ഷപ്പെടും. ആ അവസ്ഥയിൽ മനു മുത്തിക്കിട്ടും താങ്ങി. വയ്യെങ്കിൽ ഇതിനൊന്നും ഒരു കുറവുമില്ല. മനു നിഷ്കളങ്കമായി ഇല്ലെന്ന് ചുമൽ കൂച്ചി കാണിച്ചു. ആ നേരം അത്രയും ചുമലിൽ ചാരിയുന്നുണ്ട്. നിറകണ്ണുകളോടെ അവനെ നോക്കി കാണുകയായിരുന്നു ദിയ. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും ദിയ മാത്രം അവിടെ നിന്നു. അവന്റെ നോട്ടവും ഒരു വേള അവന്റെ മേൽ പതിഞ്ഞു. ഡേയ്, അവൻ പതിയെ വിളിച്ചു. ആളവന് മുഖം കൊടുക്കാതെ കുറുമ്പോടെ മുഖം തിരിച്ചു. ഇതുവരെ തന്നെയൊന്നും നോക്കാതിരുന്നതിനുള്ള പരിഭവം. അടുത്തുവാടി. അവൻ ആൾക്ക് നേരെ കൈ നീട്ടിയതും വേദന കൊണ്ട് അവന്റെ മുഖം ചുളുങ്ങി. അത് കണ്ടത് അവൾ ഓടി അടുത്തു വന്നിരുന്നു. പേടിച്ചു പോയടി കുഞ്ഞൂസേ. അവളുടെ കവിളണകളിലൂടെ ഒലിച്ചിറങ്ങിയ കണ്ണുനീർ പതിയെ തുടച്ചു മാറ്റിക്കൊണ്ട് അവൻ ചോദിച്ചു. ഒന്നും മിണ്ടുന്നില്ല. വീണ്ടും ഏങ്ങലടികൾ മാത്രം. അവന്റെ മനസ്സിൽ തന്നോട് തല്ലുകൂടിയിരുന്ന തർക്കുത്തരം മാത്രം പറഞ്ഞ് തന്നെ ശുണ്ടി പിടിപ്പിച്ചിരുന്ന ദിയയുടെ മുഖം നിറഞ്ഞു. അവളുടെ മനസ്സിന്റെ വിഷമം തീരുന്നവരെ അവൻ ചേർത്ത് പിടിച്ചു നെഞ്ചോട്. അവനൊരു തരി പോലും വേദനിപ്പിക്കാതെ അവളും കുറച്ചു നേരമായി ഇരിപ്പ് തുടർന്നു. പിന്നെ മനുവേട്ടാ, ഞാനിപ്പോ കുറച്ച് പാചകമൊക്കെ പഠിച്ചു കേട്ടോ. മനുവേട്ടന് ഓക്കെ ആവുമ്പോ ഞാൻ ജപ്പാനിയെ കുഹു ഉണ്ടാക്കി തരാം, ദിയ ആവേശത്തോടെ പറഞ്ഞു. ദൈവമേ, ഇവളെന്റെ പോഹ കണ്ടേ അടങ്ങുന്നുള്ളൂ തോന്നുന്നു.
ആ വെടിയുണ്ട് എന്റെ തറയിൽ കൊണ്ടാ മതിയായിരുന്നു. എന്റെ ജീവിതം നായനാക്കിയല്ലോ. മനു ഓരോന്നോർത്ത് നിസ്സായതോടെ അതിലും ദയനീയമായി ആവേശത്തോടെ ഇരിക്കുന്ന ദിയെ നോക്കി. മനുവിന് 1 മാസം കംപ്ലീറ്റ് റെസ്റ്റ് ആയതിനാൽ ആ 1 മാസം കൊണ്ട് ഋഷി ഒരുവിധം കാര്യങ്ങളെല്ലാം സെറ്റാക്കി. തനുവിന്റെ പേരുള്ള എല്ലാ സ്ഥാപനങ്ങളും പൂർണ്ണമായും അവന്റെയും തനുവിന്റെയും നിയന്ത്രണത്തിലായി. അതിനെല്ലാം കൃത്യമായ സപ്പോർട്ടോടുകൂടി ശ്രീരാഗ് ഉണ്ടായിരുന്നു. ഉണ്ണിയും ആദ്യം ക്ലാസ്സുള്ള കാരണം നാട്ടിൽ പോയി. ബാക്കി എല്ലാവരും തനുവിന്റെ വീട്ടിലാണ് താമസം. മനുവിന്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. ട്രീറ്റ്മെന്റ് ഉള്ള കാരണം അവനെയും നാട്ടിലേക്ക് വിട്ടിട്ടില്ല. മനുവിന് ഒരു വിധം സുഖമായതും ഋഷി ബാംഗ്ലൂരിലെ ബിസിനസ്സും കാര്യങ്ങളെല്ലാം മനുവിനെയും ശ്രീയെയും ഏൽപ്പിച്ച് നാട്ടിലേക്ക് വന്നു. നാട്ടിൽ ദിയയുടെ പേരൻസ് വന്നിട്ടുണ്ട്. മുത്തി വിളിച്ചു വരുത്തിയതാണ്. രാത്രി എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ മുത്തി കാര്യം എടുത്തിട്ടു. ഞാൻ ഇതിനെ സമ്മതിക്കില്ല ഋഷി. എനിക്ക് എന്റെ സ്റ്റാറ്റസ് നോക്കണ്ടേ? ഒരു സാധാ അക്കൗണ്ടിന് കൊടുക്കാനല്ല ഞാൻ ഇവളെ വളർത്തി വലുതാക്കിയത്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലേക്ക് എന്റെ മോളെ ഞാൻ ഒരിക്കലും പറഞ്ഞു വിടില്ല. ദിയയുടെ അച്ഛൻ തീർത്തു പറഞ്ഞു. ഋഷി ആദ്യം നോക്കി കണ്ണു കാണിച്ചു. പിന്നെ അയാളുടെ മുമ്പിലായി പോയി നിന്നു. അപ്പൊ സ്വത്താണ് നിങ്ങളുടെ പ്രശ്നം? അതെ, അത് തന്നെയാണ് പ്രശ്നം. രാജകുമാരിയെ പോലെ വളർത്തിയ മോളാ അവളൊരു നല്ല നിലയിൽ വരണമെന്ന എന്റെ ആഗ്രഹം. ഋഷി അയാളൊന്ന് ഇരുത്തി നോക്കി. ആദ്യ കയ്യിൽ നിന്ന് എന്തോ വാങ്ങി ഞങ്ങളുടെ കയ്യിൽ വെച്ച് കൊടുത്തു. അയാൾ എന്താന്നുള്ള ഭാഗത്തിൽ അവനെ നോക്കി. ഞങ്ങളുടെ അമ്മയുടെ പേരിലുള്ള സ്വത്തുക്കളുടെ പ്രമാണം അതായത് അത് മനുവിന്റെ പേരിലാക്കിയിട്ടുണ്ട്. അങ്കിളുടെ സ്വത്തുക്കളുടെ 100 ഇരട്ടി വരും. 7 തലമുറയ്ക്ക് കഴിയാനുള്ളതുണ്ട്. ഇതിൽ കൂടുതലൊന്നും വേണ്ടല്ലോ. ഇനി എന്താ പ്രശ്നം? അയാൾ ഉത്തരം മുട്ടിയ പോലെ നിന്നു. സമ്മതിക്കാതിരിക്കാൻ അയാളുടെ മുന്നിലുള്ള എല്ലാ വഴികളും അടച്ചുകൊണ്ട് ഋഷി നീങ്ങിയപ്പോൾ അതൊരു സന്തോഷ വാർത്തയ്ക്ക് തിരികൊളുത്തി. ഋഷിയേട്ടാ, എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. ദിയ കണ്ണ് നിറച്ചുകൊണ്ട് അവനെ കൈകൾ കൂട്ടിപ്പിടിച്ച്. എനിക്ക് വേണ്ടി പ്രാണം തരാൻ തയ്യാറായതവൻ. ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ മോളെ? ദിയയുടെ കണ്ണിലെ സന്തോഷം ചുറ്റുമുള്ളവരിലേക്ക് നിറഞ്ഞു. കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് എനിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. എല്ലാവരും ശബ്ദം കേട്ടെടുത്തേക്ക് നോക്കി. മുത്തിയാണ്. എന്താണാവോ ഭൗതിക്ക് പറയാനുള്ളത്? ഋഷി ചോദ്യഭാഗത്തിൽ നോക്കി. ദിയയുടെ കാര്യത്തിന് മാത്രം തീരുമാനമായ പോരല്ലോ. ഇവിടെ കെട്ടുപ്രായം കഴിഞ്ഞു നിൽക്കുന്ന വേറെയും ചിലരുണ്ട്. അതാര്? വേറെ ആര്? ഞാൻ തന്നെ. അതിന് കേണലങ്കിൾ മക്കളൂടെ വിദേശത്തല്ലേ? 6 മാസം കഴിഞ്ഞല്ലേ വരൂ? ആ അതെ. അപ്പോഴിതൊക്കെ ഓർമ്മ വേണം. ഒന്ന് ഓർപ്പിച്ചാ കേട്ടോ. മനുഷ്യരായി ഇങ്ങനെ ആർത്തി പാടില്ല കേട്ടല്ലോ. നാടറിഞ്ഞ് നടത്തി തന്നിരുന്നു ഋഷി. പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടത്തി തന്നിരിക്കും. കള്ളക്കിളവി. ഡാ മുത്തി തല്ലാനായി കയ്യോങ്ങിയതും അവൻ തനുവിനെയും വലിച്ചുകൊണ്ട് ഓടി മുറിയിൽ പോയി വാതിലടച്ചു. തനുട്ടി തന്റെ നെഞ്ചിൽ കിടക്കുന്ന അവൾ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ വിളിച്ചു. അവൾ ചിണുങ്ങിക്കൊണ്ട് മൂളി. നിനക്ക് ദേഷ്യമുണ്ടോ എന്നോട്? നിന്നോട് ചോദിക്കാതെ സ്വത്തുക്കള്? ഋഷി പറഞ്ഞു വന്ന് പകൽ നിർത്തി അവളെ നോക്കി. ദേഷ്യമാണ്, അതിനല്ല. ദാ ഇപ്പൊ ഇങ്ങനെ ചോദിച്ചതിന്. മനുവേട്ടൻ കാരണല്ലേ ഇന്ന് നമ്മൾ ഇങ്ങനെ. എന്നിട്ടാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. അവന് നെഞ്ചിലൊരു കടി കൊടുത്തുകൊണ്ട് അവൾ പറഞ്ഞു. അയ്യോ, കടിച്ചു പറിച്ചോടി ദ്രോഹി. ഋഷിയേട്ടാ, ഇത്രയും നാൾ ഞാൻ ചോദിച്ചില്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ? അവൻ എന്താന്നുള്ള ഭാവത്തിൽ അവനെ നോക്കി. ആ ഒറിജിനൽ മുദ്രപത്ര ഋഷിയുടെ കയ്യിൽ എങ്ങനെ വന്നു? അതൊരു കഥയാണ് മോളെ. നമ്മുടെ സ്ത്രീയില്ലേ, നിന്റെ ആ ചൊറിയച്ഛന്റെ മൂത്ത മോളെ വളച്ച് കുപ്പിയിലാക്കിയിട്ടുണ്ട്. അതുവഴിയൊന്നും കളിച്ചതാ. മുദ്രപത്രം നേരെ കയ്യിൽ പോന്നു. അവളോ? അത് വലിയ പോതലാത്ത കൊച്ചാ. ആ അതുകൊണ്ടാണല്ലോ ചോദിച്ചപ്പോഴേക്ക് എടുത്തു തന്ന്. എന്നാലും ഒരെന്നാലും ഇല്ല മോളെ. ചുമ്മാ ഓരോന്ന് പറഞ്ഞ നേരങ്ങളല്ലേ. ഓരോ മിനിറ്റും അമൂല്യമാണേ. അയ്യേ, ഇതല്ലാണ്ട് വല്ലതും പറയാനുണ്ടോ? ഇല്ലാലോ, ഇത് മാത്രമേ പറയാനുള്ളൂ. എന്റെ ഭാര്യയോടല്ലേ, അല്ലാതെ. അവളുടെ കഴുത്തിൽ മുഖമൊരുസിക്കൊണ്ട് പറഞ്ഞ് മുഖമുയർത്തിയ ആ കണ്ണുകളിൽ നോട്ടം കുരുത്തതും അതിൽ നിറയുന്ന പ്രണയത്തിൻ പുതുമഴയിൽ നനയാൻ അവൾ അവനെ പോലെ കൊതിച്ചു. 6 മാസങ്ങൾക്ക് ശേഷം ഋഷിയുടെ വീണുമ്പിൽ ഒരു കൂറ്റൻ വിവാഹപ്പന്തൽ ഉയർന്നു. ഇന്നാണ് മുത്തിയുടെയും കേണലങ്കിളിന്റെയും കല്യാണം. ഋഷി പറഞ്ഞ വാക്ക് പാലിച്ചു. ചെറുതായി മതിയെന്ന് എല്ലാവരും പറഞ്ഞെങ്കിലും അവന്റെ ഒറ്റ നിർബന്ധ കാരണം ഗ്രാൻഡായി നടത്തുകയാണ്. ചെറുക്കനും കൂട്ടിലെത്തിയപ്പോൾ ഋഷി ആദ്യം കൂടെ സ്വീകരിച്ച മണ്ഡപത്തിലിരുത്തി. എവിടെ? മനു ഋഷിയുടെ ചെവിയിൽ ചോദിച്ചു. ആര്? ഇന്ന് കല്യാണാണെന്ന് പറഞ്ഞ് ഇന്നലെ രാത്രി മുതലേ മേക്കപ്പ് ഇട്ടിരിക്കുന്ന ഒരു മോഡലില്ലേ, ആ മോഡൽ എവിടെയെന്ന് ചോദിച്ചു. മനു ചോദിച്ചോ സദസ്സിൽ നിന്ന് മ്യൂസിക് വരുന്ന ഒരുമിച്ചായിരുന്നു. നോക്കുമ്പോൾ ഒരു കൂട്ടം പെൺപടകൾ നൃത്തച്ചൂടുകളുടെ അകമ്പടിയോടെ മുത്തി ആനയിച്ചു കൊണ്ടുവരുന്നുണ്ട്. ദിയും തനുവാണ് മുന്നിൽ. കുറച്ചു കഴിഞ്ഞ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മുത്തിയും സ്റ്റെപ്പ് വെക്കാൻ തുടങ്ങി. നീതിനെ ഇങ്ങേരുടെ തലയിലേക്ക് കെട്ടിവെച്ച നന്നായി. അല്ലേലും ഇതിലും വലുതെന്തോ വരാനിരുന്ന. എന്തൊക്കെ കാണണം ദൈവമേ. മനു മുകളിലേക്ക് നോക്കി നെഞ്ചത്ത് കൈവച്ചു. ഋഷിയുടെ ശ്രദ്ധ പക്ഷേ തനുവിലായിരുന്നു. ചെറുതായി വീർത്ത വയറും താങ്ങി പിടിച്ചാണ് കളിക്കുന്നത്, അതും സാരിയിൽ. അവനവളെ കണ്ണു തുറപ്പിച്ച് നോക്കുന്നുണ്ട്. അവളാണെങ്കിൽ നോ മൈൻഡ്. ദിയും തനുവും കൂടി മുത്തിയെ മണ്ഡപത്തിലിരുത്തി. ഋഷിയാണ് കൈ പിടിച്ചു കൊടുത്ത്. കേണലങ്കിൾ താലിയാർത്തി മുത്തിയെ സ്വന്തമാക്കിയപ്പോൾ എല്ലാവരുടെ കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞിരുന്നു. മനുവാണെങ്കിൽ ഭയങ്കര കരച്ചില്. എന്താണ് കിടന്ന് മോങ്ങുന്നത്? ഋഷി അവന്റെ കാലിട്ടൊരു കൊട്ടുകൊടുത്തു. സന്തോഷ കണ്ണീരാളിയാ. ഈ ഒരു നിമിഷം ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട്. ഇനി അങ്ങേരെ അനുഭവിക്കട്ടെ.
അന്ന് രാത്രി ഋഷിയുടെ വീട്ടിലാണ് എല്ലാവരും തങ്ങിയത്. മനുവുമുണ്ട്. ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ് എല്ലാവരും. മുത്തി തനുവിനെ അടുത്തിരുത്തി കഴിപ്പിക്കുന്നുണ്ട്. അവൾ ഗർഭിണിയായപ്പോൾ തൊട്ട് താഴത്തും തലയിലും വെക്കാതെയാണ് കൊണ്ടുനടക്കുന്നത്. മനു മുത്തിക്ക് ഋഷി വാരി കൊടുക്കുന്ന നോക്കിയിരുന്ന് ചിരിക്കുന്നുണ്ട്. എന്താണ് നോക്കിയിരുന്ന് കളിക്കുന്നത്? എന്റെ ഭാര്യ കൊതിയിട്ടുമല്ലോ. മോനെ ഋഷി, കിളവീട മട്ടും ഭാഗം കണ്ടിട്ട് നിനക്കൊരു അച്ഛനുണ്ടാവും തോന്നുന്നു. എന്താ? ഋഷി മനസ്സിലാവാത്ത പോലെ അവൻ നോക്കി. പൂവർ ബോയ്, മനസ്സിലായില്ലല്ലേ? മുത്തിയുടെ കുട്ടി നിനക്ക് ആരായിട്ട് വരുന്ന ഓർത്തു പോയിക്കേ. വെടിമരുന്നിനാ മോനെ നീ തിരി കൊളുത്തിയത്. അയ്യേ വൃത്തിയിട്ടവൻ. മിണ്ടായിരുന്നു കുട്ടികളുടെ ശവമേ. അവന്റെ ഒരു അച്ഛനും കൊച്ചനും. ആ അറിയാത്ത പിള്ള ചൊറിയും പറഞ്ഞോളും. എന്താണ് രണ്ടും കൂടെ? കുറെ നേരമല്ല കൊണകൊണാന്ന് പറയുന്നു. എന്തുവാ? മുത്തി രണ്ടിനെയും കയ്യോടെ പൊക്കി. അതോ ഈ ഋഷി പറയായിരുന്നു മുത്തി അവന് അച്ഛനെ വേണമെന്ന്. അല്ല, അച്ഛനെ കാണാൻ തോന്നുന്നു അല്ലേടാ. എണീറ്റ് വേണം പട്ടി. കൂടുതൽ എന്തെങ്കിലും പറഞ്ഞ് കൊളാക്കുന്നതിന് മുമ്പേ ഋഷി മനുവിനെയും കോളറിനെ തൂക്കിയെടുത്തുകൊണ്ട് പുറത്തേക്കും ബാക്കിയുള്ളവർ കാര്യം മനസ്സിലാവാതെ ആ പോക്കും നോക്കിയിരുന്നു. രാത്രി നാണിച്ച് മാറിയുന്ന മുത്തിയെ ദീയും തനും കൂടിയാണ് പാലം കൊടുത്ത് മണിയറയിലേക്ക് പറഞ്ഞു വിട്ടത്. പിന്നെ അവരെല്ലാം കൂടെ കഥ പറഞ്ഞ് ഹാളിൽ വട്ടം കൂടിയിരുന്നു. തനു ഋഷിയുടെ മടിയിൽ തലവെച്ച് കിടക്കുന്നുണ്ട്. ആദ്യ ഉണ്ണിയും തലങ്ങും വിലങ്ങും 7 പോലെ കിടക്കുന്നു. മനുവും ദീയ ഇണക്കുരുവികളെ പോലെ കൊക്കുരുമി ഇരിക്കുന്നുണ്ട്. രണ്ടുപേർക്ക് ലൈസൻസ് കിട്ടിയത് കാരണം ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ദീയുടെ പഠിപ്പ് കഴിഞ്ഞ് കല്യാണം നടത്താമെന്ന് വാക്കുകൊടുത്തിട്ടുണ്ട് പപ്പ. നീ വല്ലാതെ ഒട്ടല്ലേ കേട്ടോ. കല്യാണം വീട്ടിലെന്ന് ഓർമ്മ രണ്ടിനും. ഋഷി മനുവിന്റെ ഇരിപ്പ് നോക്കി പറഞ്ഞു. കല്യാണത്തിന് മുന്നേ എന്റെ വീണ്ടും മുമ്പിൽ പെറ്റ് കിടന്നാണ് ഈ പറയുന്നത്. അളിയ കുശുമ്പ് പാടില്ല. ഞങ്ങൾ എൻജോയ് ചെയ്യട്ടെ എന്ന്. അങ്ങനെ ഞാൻ പട്ടിണി എടുക്കുമ്പോ നീ ഒന്ന് എൻജോയ് ചെയ്യണ്ടാ പുല്ലേ. നിനക്ക് 10 മാസം വില കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്വന്തം കയ്യിലിരിപ്പോണ്ടാ. അതിന്റെ ചോരിക്ക് ഇങ്ങോട്ട് എടുക്കരുത് കേട്ടല്ലോ. മനുഷ്യരായി ഇത്ര കാർത്തി പാടില്ല. ഹേ, ഇവനെ ഞാനിന്ന്. മടിയിൽ തനി കിടക്കുന്ന ഞാൻ അനങ്ങാൻ പറ്റാത്ത ഋഷി അവർ നോക്കി ലുക്ക് വിടുന്നുണ്ട്. മനു അതൊന്നും മൈൻഡാക്കാതെ ദീയായിട്ട് സല്ലാപത്തിലാണ്. പെട്ടെന്നാണ് തേങ്ങ വിട്ടിയിട്ട പോലത്തെ ഒരു ശബ്ദം മുഴങ്ങിക്കേട്ടത്. കൂടെ അയ്യോ എന്നൊരു നിലവിളി. നോക്കുമ്പോൾ മുത്തിയുടെ മുറിയിൽ നിന്നാണ്. എല്ലാവരും ചാടിപ്പിടഞ്ഞെഴുന്നേറ്റ് അങ്ങോട്ടേക്ക് ഓടി. മുത്തി വാതിലൊന്നേ. ഋഷി കഥയിൽ മുട്ടി. കുറച്ചു കഴിഞ്ഞും വാതിൽ തുറന്ന് മുത്തി പരിങ്ങി നിൽക്കുന്നുണ്ട്. എന്താ ഒച്ചയിട്ടവിടെ? ഋഷി ചോദിച്ച മുത്തി റൂമിന്റെ മൂലയിലേക്ക് ചൂണ്ടിക്കാണിച്ചു. കേരളെങ്കിൽ നടുവും തള്ളി കയ്യും കാലും പൊക്കി നിലത്ത് വീണ് കിടപ്പുണ്ട്. ഋഷി ഓടിപ്പോയി എഴുന്നേൽപ്പിച്ചു. എന്തു പറ്റിയെങ്കിലേ? എങ്ങനെ വീണ്? ഋഷി ചോദിച്ചു. അങ്കിൾ ദയനീയമായി മുത്തിയെ നോക്കി. അവിടെ അതൊന്നും മൈൻഡുണ്ടായില്ല. എന്നോട് ഈ ചതി വേണമായിരുന്നോ മക്കളെ? 75 നോട്ടൗട്ടായിട്ട് നിൽക്കുക. ആ എന്നെ കൊണ്ട് നിൽക്കുന്ന നിങ്ങളുടെ മുത്തി അവളെ എടുത്തു കറക്കുന്ന ടിക്ടോക്ക് ചെയ്യിപ്പിച്ചതാ. മുടിഞ്ഞ വെയിറ്റ് ആയിരുന്നു. ഒടിഞ്ഞെന്നാ തോന്നുന്നു. അങ്കിൾ നടുവളച്ചുകൊണ്ട് പറഞ്ഞ ഋഷി മുത്തിയെ രൂക്ഷമായി നോക്കി. ഇങ്ങേർക്ക് സ്റ്റാമിന ഇല്ലാത്തതിന് ഞാൻ എന്നാ കാട്ടാനാ? അത് കേട്ടതും മനു തുടങ്ങി വെച്ച ചിരി ഒരു മാലപ്പടക്കം പോലെ എല്ലാവരിലും പടർന്നു. കേണൽ അങ്കിളുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത് സഹതാപത്തിൽ പൊതിഞ്ഞൊരു നോട്ടം കൊടുത്ത് അവരെ തനിച്ചാക്കി എല്ലാവരും പോയി. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നാളെ കാണാം. മനു യാത്ര പറഞ്ഞിറങ്ങാൻ നിൽക്കുവാണ്. നാളെ നീ ഇങ്ങോട്ട് വരണ്ട, നേരെ കമ്പനി പോയാൽ മതി കേട്ടല്ലോ. ഋഷി മനുവിനെയും തീയെ മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു. നാളെ ഞാൻ വരികയും ചെയ്യും, എന്റെ പെണ്ണിനെ കാണുകയും ചെയ്യും. വേണിതാ ഇതുപോലൊരു ഉമ്മയും കൊടുക്കും. പറയില്ല. അവിടെ 2 കവളിൽ ഉമ്മ വെച്ച് ഋഷിക്കൊരു ഇടിയും കൊടുത്ത് അവൻ പുറത്തേക്ക് ഓടി. അവന്റെ പോക്ക് നോക്കി ഋഷി ചിരിയോടെ നിന്നു. ഒരിക്കൽ നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചതാണ്. ആ ഓർമ്മയിൽ ഋഷിയുടെ കണ്ണുകൾ വീണ്ടും ഈറനണിഞ്ഞു. 4 മാസങ്ങൾക്ക് ശേഷം ഋഷി ലേബർ റൂമിന് മുമ്പിൽ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട്. അവനൊന്ന് വെറുതെ പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു സൈഡിൽ മുത്തിയും കേരളിരുന്ന് സുല്ലുന്നു. മറുഭാഗത്ത് ആദ്യം ഉണ്ണിയിരുന്ന് PUBG കളിക്കുന്നു. ഒത്തു നടക്ക് ഉണ്ണിയും തീയും ഇരുന്ന് ലേസ് പാക്കറ്റ് പൊട്ടിച്ചു വെച്ച് കഴിക്കുന്നു. ഋഷി നേരെ ചെന്ന് അവന്റെ കാലിനിട്ടൊരു തട്ടു കൊടുത്തു. ബാക്കിയുള്ളവരുടെ ടെൻഷൻ അടിച്ച് പണ്ടാറടങ്ങിയിരിക്കുമ്പോ എന്തിനാണ് ഈ ക്രൂരത? നീല അവളോട് ക്രൂരത കാണിച്ചിട്ടല്ലേ ഇപ്പൊ അനുഭവിക്കുന്നത്. അപ്പാ ശോകന് അല്പം ടെൻഷനാവാം. എനിക്കും കിട്ടിയോടെ അവസരം അന്നേരം എടുത്തോളാം രണ്ടിനെ. അപ്പോഴേക്കും നേഴ്സ് പുറത്തേക്ക് വന്നിരുന്നു. തൻവി പ്രസവിച്ചു കേട്ടോ പെൺകുഞ്ഞ. ഋഷിയുടെ കണ്ണിൽ നീർമണികൾ തിളങ്ങി. ആ തിളക്കം മാറുന്നതിന് മുന്നേ അവന്റെ കൈകളിൽ വന്നിരുന്നു ഒരു പഞ്ഞിക്കെട്ടിൽ പൊതിഞ്ഞ അവന്റെ മാലാഖ. നിറകണ്ണുകളോടെ കുഞ്ഞിന്റെ നെറുകയിൽ അവൻ മുത്തം പതിച്ചു. തനു സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ റൂമിലേക്ക് മാറ്റും. തനുവിനെ റൂമിലേക്ക് മാറ്റിയതും എല്ലാവരും അവളെ കാണാനും കുഞ്ഞിനെടുക്കാനുള്ള തിരക്കിലായിരുന്നു. അവളുടെ കണ്ണുകൾ ഋഷിക്ക് വേണ്ടി തിരഞ്ഞു. ഒരു കോണിൽ നിന്നുകൊണ്ട് നിറകണ്ണുകളോട് അവളെ നോക്കുന്നുണ്ട്. കുഞ്ഞ് കരഞ്ഞപ്പോൾ എല്ലാവരും പുറത്തിറങ്ങി. അവൾ കുഞ്ഞിനെടുക്കുന്നതും മാതൃത്വം അവൾക്ക് വേണ്ടി ചുരത്തുന്നുമെല്ലാം അവരൊരു കൗതുകത്തോടുകൂടെ നോക്കി നിന്നു. ഭാര്യയിൽ നിന്ന് അമ്മയിലേക്കുള്ള ആ മാറ്റത്തെ. പാല് കൊടുത്തു കഴിഞ്ഞതും അവൻ അരികിലേക്ക് ചെന്നു. അവളുടെ നെറുകയിലെ ഇരുമിഴികൾ അമർത്തി ചുംബിച്ചു. ഒരുപാട് വേദനിച്ചോ പെണ്ണായി? അവന്റെ നിറമിഴികളിൽ നോക്കി പുഞ്ചിരിയോട് അവൾ ഇല്ലെന്ന് തലയാട്ടി. മോളെയും കയ്യിലെടുത്ത് അവളെയും നെഞ്ചിൽ ചേർത്ത് പിടിച്ച് അവൻ ഇരുന്നു നിമിഷങ്ങളോളം. തനു
മോൾക്ക് ഞാനൊരു പേര് കണ്ടു വെച്ചിട്ടുണ്ട്, പറയട്ടെ? പറ. അവൻ മോളെ കയ്യിലെടുത്തുകൊണ്ട് നെറിയിലൊന്ന് മുത്തി. പിന്നെ കാതിൽ പതിയെ വിളിച്ചു, തൻഷി. തനു ഋഷിയും ചേർന്ന തൻഷി. ഇഷ്ടമായോ? മോളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ തനുവിനെ നോക്കി. ഒരുപാട്. ഈ ലോകത്ത് എനിക്ക് എൻ്റെ എന്ന് പറയാനുള്ള 2 പേർ. ഏതോ ഓർമ്മകൾ നിറഞ്ഞ അവളുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് അതിലേക്ക് ചുണ്ടുകൾ ചേർത്തുകൊണ്ട് ഒരു കൈയിൽ മോളെയും മറയിൽ തനുവിനെയും തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ ഇരുന്നു, നിറഞ്ഞ മനസ്സോടെ, തെളിഞ്ഞ പുൻസിരിയോടെ. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. പുതിയ കഥ ഉടൻ ആരംഭിക്കുന്നതാണ്.